പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇന്നോവൻ്റെ ടൈമിംഗ് ബെൽറ്റ് എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് മാർക്കും അതുപോലെ തന്നെ ക്രാങ്കിൻ്റെ മാർക്ക്, ക്യാമിൻ്റെ മാർക്ക്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. ഇത് സെയിം എഞ്ചിനാണ് ഫോർച്യൂണറും. അപ്പം ഫോർച്യൂണറിനും ഇതേ ടൈമിംഗ് ആയിരിക്കും. അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ ഇതിൻ്റെ ടെൻഷനറാണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് ലോക്ക് ചെയ്തേക്കുക. ഒന്നുകിൽ ഈ സ്വിഫ്റ്റിൻ്റെ ഒക്കെ ടെൻഷനറിൻ്റെ ലോക്ക് വെക്കുക, അല്ലാഞ്ഞാൽ അതേപോലെ വല്ല വെൽഡിങ് റോഡോ എന്തെങ്കിലും എടുത്താണ്ട് ലോക്ക് ചെയ്ത് വെക്കുക. ഇതിന് രണ്ട് മാർക്കാണ് കാര്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഒന്ന് ക്യാം ഷാഫ്റ്റിൻ്റെയും അതേമാതിരി ഒന്ന് ഡീസൽ പമ്പിൻ്റെ മാർക്കും. ആ രണ്ട് മാർക്കാണ് ഇതിൻ്റെ ടൈമിങ് വരുന്നത്, ടൈമിംഗ് ബെൽറ്റിൻ്റെ ടൈമിങ്ങിൻ്റെ മാർക്ക് വരുന്നത്. ഫസ്റ്റ് നമുക്ക് ക്യാം ഷാഫ്റ്റിൻ്റെ മാർക്ക് നോക്കാം. ക്യാമിൻ്റെ വീലും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ ടൈമിംഗ് കവറിൻ്റെ ബാക്കിൽ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. ആ രണ്ട് ആരോ മാർക്കും കൂടി മാച്ചായാൽ ക്യാമിൻ്റെ മാർക്ക് റെഡിയാവും. അടുത്ത് നോക്കാനുള്ളത് പമ്പിൻ്റെ മാർക്കിംഗ് ആണ്. പമ്പിന് വീലിൻ്റെ ബാക്കിൽ ചെറിയൊരു കട്ടിങ് കാണാം. അതേപോലെ തന്നെ ക്രാങ്ക് സെൻസറിൻ്റെ നേരെ അടിയിൽ ടൈമിംഗ് കവറിൽ ഒരു ആരോ മാർക്ക് കാണാം. ആ രണ്ട് മാർക്കും കൂടി മാച്ചായി വരണം. അങ്ങനെയാണ് പമ്പിൻ്റെ ടൈമിങ് സെറ്റ് ചെയ്യൽ. ഈ വണ്ടിൻ്റെ റേഡിയേറ്ററും അതുപോലെ തന്നെ ഫാനും ഒക്കെ നമ്മൾ അയച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്ര ക്ലിയറിൽ ഇങ്ങനെ കാണാൻ കഴിയണത്. അല്ലാതെ ഞാൻ റേഡിയേറ്ററും ഫാനും ഒക്കെ പാടെ വരുമ്പോൾ നേർക്ക് ഇതിൻ്റെ പമ്പിൻ്റെ മാർക്കിങ് നമുക്ക് കാണാൻ കഴിയില്ല. ഒന്നുകിൽ നമ്മൾ മൊബൈലിൽ ക്യാമറ ഓൺ ആക്കിയാണ്ട് ഫോട്ടോ എടുത്തിട്ട് പുറത്തുനിന്ന് നോക്കേണ്ടി വരും റെഡി ആണോ എന്ന്. അല്ലാഞ്ഞാൽ മിറർ എന്തെങ്കിലും എടുത്തിട്ട് പമ്പിൻ്റെ അവിടെ വെച്ചിട്ട് ആ മിറർ കൂടെ നോക്കേണ്ടി വരും. അല്ലാഞ്ഞാൽ കാണാൻ ഭയങ്കര പ്രയാസമായിരിക്കും ഈ മാർക്ക്, പമ്പിൻ്റെ മാർക്ക്. ക്യാമിൻ്റെ മാർക്കും അതേപോലെ തന്നെ ഡീസൽ പമ്പിൻ്റെ മാർക്കിങ്ങും ഇപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടിട്ട് ഇനി നമുക്ക് നേരെ ബെൽറ്റ് ഇടാം. ബെൽറ്റ് ഇടുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ടെൻഷനർ വരാത്ത ഭാഗം നമ്മൾ ഫുള്ള് വലിച്ച് ടൈറ്റ് ചെയ്തുകൊണ്ട് ഇടുക. അല്ലാഞ്ഞാൽ ബെൽറ്റ് ലൂസാവും. അതുപോലെ തന്നെ ടെൻഷനറും അതിൻ്റെ ഐഡിയർ പുള്ളിയും വരുന്ന സ്ഥലം ഇതേപോലെ നല്ല ഫ്രീ ആക്കി ഇടുക. അതിനുശേഷം ഐഡിയർ പുള്ളി കൊടുക്കുമ്പോൾ അതിൻ്റെ ബോൾട്ടിൻ്റെ ബാക്കിൽ ഒരു വാഷർ ഉണ്ടാവും. ആ വാഷർ ഇട്ടിട്ടില്ലെങ്കിൽ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ആ വാഷർ നല്ലോണം ശ്രദ്ധിക്കണം കയറ്റുന്നതിന് മുമ്പ്. ടൈമിങ് നമ്മൾ അയക്കുമ്പോഴും ഇതേ മാർക്കിൽ വെച്ചാണ്ട് അയക്കുക, ബെൽറ്റ് അയക്കുന്നതിന് മുമ്പ്. നമുക്ക് ഇനി ഐഡിയർ പുള്ളി ഫിറ്റ് ചെയ്യാം. ഐഡിയർ പുള്ളിൻ്റെ എല്ലെങ്കിൽ വരുന്നത് 10 ആണ്. 10ൻ്റെ എല്ലെങ്കിൽ വെച്ചാണ് അത് ടൈറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ലോഡ് ചെയ്ത് വെച്ച ടെൻഷനറുണ്ട്. ടെൻഷനർ എടുത്ത് ഈ ടെൻഷനർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി 10ൻ്റെ 2 ബോൾട്ടാണ് ടെൻഷനർ വരിക. അതെന്ത് ചെയ്യുക, ഫിറ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ലോക്ക് ചെയ്ത് വെച്ച ടെൻഷനറിൻ്റെ ലോക്ക് വലിച്ചൂരാൻ പോവാണ്. അപ്പോൾ ടെൻഷനറിൻ്റെ ലോക്ക് ഊരി ഇപ്പോൾ ഫുള്ള് സെറ്റാക്കി. ടൈമിങ് ഇപ്പോൾ ഫുള്ള് സെറ്റായി. ഇനി നമുക്കൊരു ചെറിയ സംശയം, ടൈമിങ് റെഡി ആണോ അല്ലേ എന്നുള്ളത്. അതിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻജിൻ പുള്ളി 22ൻ്റെ ബോക്സാണ് വരിക. 22 ഇട്ടിട്ട് 2 റൗണ്ട് തിരിക്കുക ഫ്രണ്ടിലേക്ക്. എൻജിൻ പുള്ളി 2 റൗണ്ട് തിരിച്ചിട്ട് ഇതേ മാർക്കിൽ വരുന്നുണ്ടോ ഒന്നുകൂടി വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ടൈമിങ് ഫുള്ള് സെറ്റാണ്. ഇനി എന്ത് നോക്കാനില്ല, നമുക്ക് നേരെ കവർ ഫിറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒന്നും അയക്കാത്ത റേഡിയേറ്ററും ഇത് ഫുള്ള് ഫിറ്റ് ചെയ്തൊരു വണ്ടി വന്ന് അയക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആകെ അയക്കേണ്ട ഈ കവറിൻ്റെ 6 ബോൾട്ട് മാത്രമേ അയക്കേണ്ടി വരുള്ളൂ. ബാക്കിയുള്ള സാധനമൊന്നും അയക്കാതെ തന്നെ ടൈമിങ് വണ്ടി വന്ന് തന്നെ നമുക്ക് മാറാം.